തെരഞ്ഞെടുപ്പിന്റെ വാശിയേറിയ പരസ്യ പ്രചാരണം അവസാനിച്ചു. 3 ആഴ്ച നീണ്ടുനിന്ന പരസ്യ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ സംസ്ഥാനമാകെ ആവേശവും വാശിയേറിയതുമായ കൊട്ടിക്കലാശമാണ് നടന്നത്. ഇന്ന് നിശബ്ദ പ്രചാരണത്തിലാണ് മുന്നണികൾ. വ്യാഴാഴ്ച കേരളം വിധിയെഴുതും. നഗരങ്ങളും ഗ്രാമങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിത്തോരണങ്ങളും മുദ്രാവാക്യം വിളികളാലും സമ്പന്നമായി. വൈകുന്നേരം 6 മണിയോടെയാണ് പരസ്യ പ്രചാരണം സമാപിച്ചത്. ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രചാരണ പോരിനൊടുവിൽ ഓരോ മണ്ഡലങ്ങളിലും കൊട്ടിക്കലാശം ആവേശമാക്കാൻ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും അരയും തലയും മുറുക്കി രംഗത്തെത്തി. റോഡ് ഷോയും റാലികളുമായാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും മണ്ഡലത്തിലെ കൊട്ടിക്കലാശ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. വ്യത്യസ്തങ്ങളായ കാഴ്ചകളാലും കൊട്ടിക്കലാശം ആവേശമായി മാറി. ബാൻഡ് മേളവും ചെണ്ടമേളവും നിശ്ചല ദൃശ്യങ്ങളുമൊക്കെയായി കലാശക്കൊട്ട് പൂരമാക്കി മുന്നണികൾ മാറ്റി. തെരഞ്ഞെടുപ്പിന്റെ അവസാന 48 മണിക്കൂറിൽ നിശബ്ദ പ്രചാരണത്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവാദം നൽകിയിരിക്കുന്നത്. ഈ സമയത്ത് പൊതുയോഗങ്ങൾക്കോ പ്രകടനങ്ങൾക്കോ അനുമതിയില്ല. നിയമവിരുദ്ധമായി ആളുകൾ കൂട്ടം ചേർന്നാൽ നടപടി സ്വീകരിക്കും. നിശബ്ദ പ്രചാരണ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉച്ചഭാഷിണികൾ ഉപയോഗിക്കുവാൻ കഴിയില്ല. ജാഥകൾക്കും പ്രകടനങ്ങൾക്കും ഈ നിയമം ബാധകമാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുന്ന പ്രദർശനങ്ങൾക്കും പൂർണ്ണമായ വിലക്കുണ്ട്. ചട്ടം ലംഘിക്കുന്നവർക്ക് തടവ്, പിഴ എന്നിവയാണ് ശിക്ഷ. ഈ സമയം എക്സിറ്റ് പോളുകൾക്കും നിരോധനമുണ്ട്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.